അപ്പോൾ ഇന്നത്തെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ 1 കൊച്ചി 0. അപ്പോൾ തൃശ്ശൂർ ജയിക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ മിൽസൺ ആൽവസാ. ആ ഒറ്റ പേര് അങ്ങനെ ഡിഫൻസീവ് മികവുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂർ ജയിച്ചത്. പിന്നെ കൊച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചി നല്ലപോലെ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അറ്റാക്കിംഗ് ഒന്നും എന്താ പറയുക വർക്കായില്ല മിൽസൺ ആൽവസിൻ്റെ. അതുപോലെ നമ്മുടെ പ്ലേയേഴ്സൊക്കെ നല്ലപോലെ ഡിഫൻസിൽ ഇറങ്ങി കളിച്ച് നമുക്ക് ആ ജയം തന്നു തന്നെ പറയാം. അതുപോലെ ഗോൾ കീപ്പർ കമാലുദ്ദീൻ നല്ല 2-3 സേവുകൾ ഇട്ടുണ്ട്. ഇനി നമുക്ക് പ്രബോധം വയ്ക്കാം. നമ്മൾ ഫസ്റ്റ് ഹാഫ് നല്ല കളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും കൊച്ചി ഒന്നും പറയാനില്ല, തീ കളി കളിച്ചവർ. കുറേ നേരം അവരുടെ ആയിരുന്നു കളി. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് 2-3 ചാൻസ് കിട്ടി. പിന്നെ എടുത്ത് പറയേണ്ട പേര് നമ്മുടെ ഡിഫൻസ് കളിച്ച അണ്ണൻ്റെ ഒരു 3-4 കിഡിലും സേവുകളുണ്ടെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ സത്യം പറയുന്ന ആളെ നമുക്ക് കിട്ടേണ്ട കളിയായിരുന്നു. പക്ഷെ അണ്ണല്ലോണ്ട് ഒന്നും പറയില്ല, തീ കളിയായിരുന്നു നമ്മൾ. ഇനി നമുക്ക് കിരണോട് വയ്ക്കാം. നമ്മുടെ ഡിഫൻസ് ഏറ്റവും ബെസ്റ്റ് ഡിഫൻസാണ്. ഈ ലീഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് തൃശ്ശൂരിൻ്റെ ആയിരിക്കും. നമ്മളങ്ങനെ ഒരു ഗോൾ അടിച്ചതിന് ശേഷം ഫുൾ ഡിഫൻസിലേക്ക് ഇറങ്ങി ഫുൾ ഡിഫൻസ് കംപ്ലീറ്റ് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്ത് വെച്ചു. നമ്മൾ മറ്റേ ഷീൽഡ് ചെയ്ത് വെച്ചു പറഞ്ഞ അതേപോലെ ആയി. നമുക്ക് മല്ലു ബെസ്റ്റ് മാസ്റ്ററിനോട് വയ്ക്കാം. മെയ്സൺ ആൽവസ് ഒന്നും പറയല്ല, കിടിലൻ കളിയായിരുന്നു. വേറെ ലെവല് കളി പറയാം. അപ്പം അടുത്ത കളി നമുക്ക് കണ്ണൂരായിട്ടാണ്. അപ്പോൾ കണ്ണൂരുകാരോടൊന്നും പറയാനുള്ളൂ, നിങ്ങളെ ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾ ആരെ രക്ഷിക്കാൻ പോണേ. അപ്പം നമുക്ക് ഡിസംബർ 2 കാണാം.